പാചകവാതക പ്രതിസന്ധിക്കിടെ ഹോർമൂസ് കടലിടുക്ക് കടന്ന് കൂടുതൽ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തും. കൂടുതൽ LPG ടാങ്കറുകൾ എത്തുന്നതോടുകൂടി ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ആവശ്യത്തിന് ഇന്ധനം സ്റ്റോക്ക് ഉള്ളതിനാൽ പ്രതിസന്ധിയില്ലെന്നും വിലവർദ്ധനവുണ്ടാകില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. നോബൽ വാരിക്കാരൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഈ പാചകവാതക പ്രതിസന്ധിക്ക് ഘട്ടം ഘട്ടമായി ഒരു പരിഹാരം കാണുന്നു. ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണല്ലേ? കൂടുതൽ കപ്പലുകൾ എത്തുന്നു, വലിയ ആശ്വാസം. വെരി ഗുഡ് മോർണിംഗ് ആര്യ, ശ്രുതി. ഇപ്പോൾ പ്രധാനമായും ഇന്നലെ UK-യിൽ 60 രാജ്യങ്ങളുടെ ഒരു യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഇന്ത്യ അടക്കം പങ്കെടുക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട ആവശ്യം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം, ചരക്ക് നീക്കം കൃത്യമായി തന്നെ മറ്റ് തടസ്സങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത്തരത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നിലവിലത്തെ രാജ്യത്തും ലോകത്തും ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ പൂർണ്ണമായും വിട്ടകരൂ എന്ന് രാജ്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഇതിനോടകം തന്നെ നയതന്ത്ര തലത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കുകയും ഹോർമൂസ് വഴി കൂടുതൽ കപ്പലുകൾ കടത്തിവിടാനുള്ള അനുമതി ഇറാൻ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇന്ധന പ്രതിസന്ധിക്ക് അത് വലിയ ആശ്വാസമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തും, നങ്കൂരമിടും, പിന്നാലെ LPG അതിൽ നിന്ന് പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്താണെങ്കിലും നിലവിൽ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഒരു LPG പ്രതിസന്ധി രാജ്യത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആവശ്യത്തിന് LPG സ്റ്റോക്ക് ഇന്ത്യക്കുണ്ട്. നിലവിൽ പടർത്തുന്ന പല ആശങ്കകളുമാണ് പലയിടത്തും വലിയ നീണ്ട ക്യൂ ഒക്കെ, പ്രത്യേകിച്ച് ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിലൊക്കെ വലിയ ക്യൂ ഉണ്ടാക്കുന്നത് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന നിർദ്ദേശപ്രകാരം സംസ്ഥാനങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറക്കുകയാണ്. കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ കൺട്രോൾ റൂമുകൾ വഴി വിലയിരുത്തും എന്ന വിവരം പുറത്തേക്ക് വരുന്നു. നിലവിൽ ഈ യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക കർഷകരിൽ മാത്രമാണ് എന്നാണ് ഇന്നലെ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സംസ്ഥാനങ്ങളിലെ കൃഷിമന്ത്രിമാരെ നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ ആശയവിനിമയങ്ങൾ നയതന്ത്ര നടത്തുന്നുണ്ട്, വിവിധ രാജ്യങ്ങളുമായി ചർച്ചകൾ പൂർത്തിയാക്കുന്നുണ്ട്. ആ ചർച്ചകളിലൂടെ കൂടുതൽ ഇന്ധനം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം പല എണ്ണ കമ്പനികളും പ്രീമിയം പെട്രോളിനൊക്കെ വില കൂട്ടുന്നത് ഇപ്പോഴും തുടരുന്നു എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. കഴിഞ്ഞ ദിവസമാണെങ്കിൽ വാണിജ്യ സിലിണ്ടർ വില കൂട്ടിയിരുന്നു. അതിന് പിന്നാലെ ഇന്നലെയും ഇത്തരത്തിൽ പ്രീമിയം പെട്രോളിന് വില കൂട്ടുന്ന സാഹചര്യം രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും നിലവിൽ സാധാരണ പെട്രോളിനും ഡീസലിനും അതോടൊപ്പം പാചകവാതകത്തിനും വില കൂട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇന്ധന പ്രതിസന്ധി പരിഹാരമായി കൂടുതൽ കപ്പലുകൾ എത്തുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്.